ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു അറിവാണ്, അഥവാ അത്ഭുതകരമായ ഒരു മക്ബറയെ കുറിച്ചാണ്. നിങ്ങളെ പ്രയാസങ്ങളും സങ്കടങ്ങളും മാറാൻ വേണ്ടി ഈ മക്ബറ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ജീവിതത്തിലെ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരും. സാധുവായ എനിക്ക് പ്രയാസം വരുമ്പോ, മാനസികമായ സങ്കടങ്ങൾ വരുമ്പോ ഞാൻ സന്ദർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മക്ബറ കൂടെയാണ്. ഏതാണ് ആ മക്ബറ, ഏതാണ് ആ മഹാനെന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാലിയൽ ഹാജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ മദദ് കൊണ്ട്, മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് നമ്മളെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെ മജ്ലിസിൽ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു മഖ്ബറയെ കുറിച്ചാണ്. സാധുവായ എനിക്ക്, അതല്ലെങ്കിൽ ഞങ്ങളെ നാട്ടിലുള്ള ആളുകൾക്ക് പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അവിടേക്കാണ് സിയാറത്ത് ചെയ്യാറുള്ളത്. അവിടെ പോയി സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു ശിഫയാക്കി തരുമെന്നുള്ളതാണ്. എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമെന്നുള്ളതാണ്. അത്രയും പവർഫുള്ളാണ് ഈ മഖ്ബറ. വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ ശരിവെച്ച ഒരു മഖ്ബറയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മഖ്ബറ. എൻ്റെ പ്രിയമുള്ളവരെ, ഖബർ സിയാറത്ത്, മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ ശ്രേഷ്ഠതയുള്ളതാണ്, വളരെയേറെ പുണ്യമുള്ളതാണ്. മഹാന്മാർ അവരെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം. നഅം യുസന്നു ലഹാ സിയാറത്തു ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല, അല്ലേ? റസൂലുള്ളാഹിന്റെ ഖബർ പുരുഷന്മാർക്കും സിയാറത്ത് ചെയ്യാം, സ്ത്രീകൾക്കും സിയാറത്ത് ചെയ്യാം. ഇത് പറഞ്ഞിട്ട് മഹാന്മാര് പറയുന്നുണ്ട്, ഖാല ബഅ്ലുഹും വഖദാ സായിറുൽ അംബിയായി വൽ ഔലിയായി വൽ ഉലമായി. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത മറ്റുള്ള അംബിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ, മറ്റുള്ള ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ, മറ്റുള്ള ഉലമാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പുണ്യമുള്ളൊരു കാര്യമാണ്. മഹാന്മാരുടെയും അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. പല ആളുകളും പറയും ഖബറൊന്നും സിയാറത്ത് ചെയ്യാൻ പറ്റൂല, അതൊക്കെ തെറ്റാണെന്ന്. പിന്നെന്തിനാണ് റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നത്? പിന്നെന്തിനാണ് ഖബർ സിയാറത്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യണമെന്നല്ലേ പഠിപ്പിച്ചത്? ഒരാൾ ഹജ്ജിന് പോയാൽ, ഒരാൾ ഉംറക്ക് പോയാൽ ഹബീബിന്റെ റൗളയിൽ പോരാതെ തിരിച്ചു വരാൻ കഴിയോ? ഹബീബിന്റെ റൗളയിൽ പോയി അവന് സിയാറത്ത് ചെയ്യുന്നില്ലേ? അവിടെയല്ലേ ഔലിയാക്കൾ പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്? അവിടെയല്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുള്ളത്? മഹാന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ ഹജ്ജിന് പോയാൽ, നിങ്ങൾ ഉംറക്ക് പോയാൽ മദീനയിൽ ചെല്ലണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്ത് റസൂലുള്ളാഹിനോട് സലാം പറയണം, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയണം, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് സലാം പറയണമെന്ന് ഇമാം നബിയെ പോലത്തെ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യൽ പുണ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. ആ നിബന്ധന തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് അധിക ഉമ്മമാരും സിയാറത്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ബഹുമാനപ്പെട്ട ആയിഷ ബീവി സിയാറത്ത് ചെയ്യൽ പതിവാണ്. ശരിക്കും മനസ്സിലാക്കണം, ഏതാണ് അത്ഭുതകരമായ മക്ബറ എന്ന് ഞാൻ പറയട്ടോ. ആദ്യം സിയാറത്തിനെ കുറിച്ചൊരു വിവരണമാണല്ലോ. എന്താണ് സിയാറത്ത്, സിയാറത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. സിയാറത്ത് ചെയ്യുന്നതിന്റെ നിബന്ധനയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആദ്യം ഈ വിഷയങ്ങൾ പറയുന്നത്. ഞാൻ സിയാറത്ത് ചെയ്യുന്ന ഞങ്ങളുടെ നാട്ടിലുള്ള ആ മക്ബറ ഏതാന്ന് കൃത്യമായി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അതുകൊണ്ട് അവസാനം വരെ ക്ഷമിച്ച് അവിടെ നിൽക്കും, കുറച്ച് ക്ഷമയൊക്കെ വേണം. ഞാൻ എന്താ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ റസൂലുള്ളാഹിന്റെ ഖബർ, റസൂലുള്ളാഹിന്റെ റൗള ബഹുമാനപ്പെട്ട ആയിഷ ബീബി സിയാറത്ത് ചെയ്യൽ പതിവാണ് കേട്ടോ. ഭർത്താവ് എന്ന നിലക്ക് മാത്രമല്ല, അത് പ്രവാചകനാണ്, അമ്പിയാക്കളുടെ നേതാവാണ്, അല്ലാഹുവിന്റെ റസൂലാണ് എന്ന നിലക്കാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. റസൂലുള്ളാഹിന്റെ റൗളയുടെ ചാരത്ത് തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുള്ളത്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ബഹുമാനപ്പെട്ട ആയിഷ ബീവി സിയാറത്ത് ചെയ്യൽ പതിവാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ഖബറും ബഹുമാനപ്പെട്ട ആയിഷ ബീവി സിയാറത്ത് ചെയ്യലുണ്ട്. നിങ്ങൾ നോക്കാനും ആ സമയത്ത് കൃത്യമായി ആയിഷ ബീബി മുഖൊന്നും മറക്കാതെയായിരുന്നു സിയാറത്ത് ചെയ്തിരുന്നത്. സുബ്ഹാനല്ലാഹ്, അബൂബക്കർ തങ്ങളെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായി. റസൂലുള്ളാഹിന്റെ ചാരത്ത് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ പിന്നെ ആയിഷ ബീബി ഖബർ സന്ദർശിക്കുമ്പോ റസൂലുള്ളാഹിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബർ സന്ദർശിക്കുമ്പോ കൃത്യമായി മുഖമൊക്കെ മറച്ച് ഔറത്ത് മറച്ചായിരുന്നു സിയാറത്ത് ചെയ്തിരുന്നത്. മഹാന്മാർ അതിന്റെ കാരണം ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഞാൻ ഖബർ സിയാറത്ത് ചെയ്തു. അപ്പൊ ശരിക്കും ആ മുഖം മറച്ചിരുന്നില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ വാപ്പയാണ്. ജീവിതകാലത്ത് എന്റെ വാപ്പാന്റെ മുമ്പിൽ എനിക്ക് മുഖമൊന്നും മറക്കണമെന്ന് പ്രത്യേകം നിർബന്ധമൊന്നുമില്ലല്ലോ. രണ്ടാമത് എന്റെ ഭർത്താവിന്റെ ഖബറാണ് അവിടെ ഉള്ളത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോഴും എന്റെ മുഖം എനിക്ക് ശരിക്കും മറച്ചോളുന്നില്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്ക് അന്യ പുരുഷനാണ്, അന്യ മഹാനാണെങ്കിലും എനിക്ക് അന്യപുരുഷനാണ്. അതുകൊണ്ടാണ് ഞാൻ മുഖം മറക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ സിയാറത്ത് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന കൃത്യമായി ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. പല ഉമ്മമാരും പറയാറുണ്ട്, ഒരുപാട് ഉസ്താദുമാര് ഒരുപാട് മക്ബറ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം സി എം വലിയുള്ളാഹി തങ്ങളെ മക്ബറ, അതിനെക്കുറിച്ച് ഒരുപാട് മഹത്വങ്ങൾ കേട്ടു. ഞങ്ങൾ സിയാറത്ത് ചെയ്തു, മമ്പുറം തങ്ങളെ മക്ബറ സിയാറത്ത് ചെയ്തു. ഒരു ഫായിദയും കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? ഇപ്പോൾ എങ്ങനെയാണ് സിയാറത്ത് പോയത്? മുഖം മറച്ചിട്ടുണ്ടോ? മഹാന്മാര് പൊരുത്തപ്പെടുവോ? ഏയ്, ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകളുണ്ട് സിയാറത്ത് ടൂർ എന്നും പറഞ്ഞിട്ട് ഔറത്തും മറക്കൂല, തലയും മറക്കൂല, മുഖവും മറക്കൂല, കയ്യും മറക്കൂല, യാതൊരുവിധ അച്ചടക്കവും ഇല്ലാതെ സിയാറത്ത് പോകുന്നവര്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കലും സിയാറത്തിന് പോകാൻ പാടില്ല. സിയാറത്തിന് നല്ല ഒരു പരിപാടിക്കും പോകാൻ പാടില്ല. ഔറത്ത് മറക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഔറത്ത് മറക്കാതെ മടവൂരിലേക്ക് പോയാലും അജ്മീരിലേക്ക് പോയാലും റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് പോയാലും അവിടെ കിടക്കുന്ന മഹാന്മാര് പൊരുത്തപ്പെടൂല, അള്ളാന്റെ റസൂല് പൊരുത്തപ്പെടൂല, അള്ളാഹ് തന്നെ പൊരുത്തപ്പെടൂല. അപ്പൊ കൃത്യമായി ഔറത്തൊക്കെ മറച്ച് നല്ല അച്ചടക്കത്തോടെ നമ്മൾ സിയാറത്തിന് പോകണം. അങ്ങനെ നിങ്ങൾ എന്ത് സിയാറത്തിന് പോയോ കാണും, ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. അവിടെ കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മക്ബറ പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാടിന്റെയും അലനല്ലൂരിന്റെയും ഇടയിലുള്ള ചെറിയ ഒരു ഗ്രാമമായ തയ്യോട്ടുചിറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ തയ്യോട്ടുചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനരായ കമ്മു സൂഫി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാന്റെ മക്ബറയാണ്. വലിയ ഒരു മക്ബറയാണ്. സാധുവായ എന്റെ നാട്ടിലുള്ള ജനങ്ങളുടെ ആശാ കേന്ദ്രമാണ്.
ഒരു പ്രയാസങ്ങൾ വരുമ്പോ, ഒരു സങ്കടം വരുമ്പോ തെയ്യോട്ട് ചിറയിൽ പോയി മഹാനവറുകളോട് പറയും, മഹാനവറുകൾ അള്ളഹാനോട് പറയും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റിത്തരും. ഈ അടുത്ത് വരെ ഒരു സഹോദരി പറഞ്ഞതാണ്, സുബ്ഹാനല്ലാഹ്, ആ സഹോദരിയുടെ മകന്റെ കൂട്ടുകാരനെ പോലീസ് പിടിച്ചവരെ വണ്ടി പോലീസ് പിടിച്ചപ്പോ തെയ്യോട്ട് ചിറയിൽ പോയി 2 യാസീൻ ഓതിയപ്പോൾ ആ വണ്ടി പോലീസുമാര് തിരിച്ചു കൊടുത്തു. അങ്ങനെ വണ്ടി പോലീസുമാരൊക്കെ ഗൾഫിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകൾ കടക്കണം അത് തിരിച്ചു കിട്ടാൻ. ഇത് യാതൊരു പ്രയാസം കൂടാതെ അത് തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. കമ്മു സുഫി നവ്വറല്ലാഹു മർക്കദഹു തങ്ങളുടെ ബറക്കത്താണ്, അവിടുത്തെ അനുഗ്രഹമാണ്. സാധുവായ ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച എനിക്ക് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിന് അനുഭവപ്പെട്ടപ്പോ ഞാൻ പോയി തെയ്യോട്ട് ചിറയിൽ പോയി, അവിടെ പോയി ഫാത്തിഹോദി, സലാത്തുൽ ഫാത്തിഹോദി, അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലി എന്റെ പ്രയാസങ്ങളൊക്കെ മാറി. എന്റെ മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകുകയാണ്. അങ്ങനെ ഒട്ടനവധി ആളുകളുടെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട് തെയ്യോട്ട് ചിറയിൽ നിന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾക്ക് ജോലിയില്ലാതെ പ്രയാസങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ ജോലി ലഭിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത ആളുകൾക്ക് മക്കൾ ലഭിച്ചിട്ടുണ്ട്. തെയ്യോട്ട് ചിറയിലേക്ക് നേർച്ചയാക്കിയിട്ട് ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ഉദ്ദേശങ്ങൾ നിറവേറിയിട്ടുണ്ട്. സിഹിർ കണ്ണേറിനെ തൊട്ടൊക്കെ ശിഫയുണ്ടായിട്ടുണ്ട്, രോഗങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി മഹത്വങ്ങളാണ് ആ മക്ബറയിലുള്ളത്. കാരണം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. ഒരു വലിയന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കമ്മു സൂഫി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയും. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ പേര് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയണ്ടേ? എന്തിനാ ഇതിനൊക്കെ മടിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മക്ബറയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കൃത്യമായ ഒരു സ്ഥലം, അവിടേക്ക് വരേണ്ട വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇനി നിങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരാളും രണ്ടാളും അല്ല, നിങ്ങളെ കുടുംബക്കാരൊക്കെ വാഹനം എടുത്ത് ബസ് എടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എനിക്ക് ലീവുള്ള ഒരു ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ ഞാനും അങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദുആ ചെയ്യാം. അത്രയും പവറുണ്ട്. ആരും ഇത് നിസാരാക്കണ്ട കേട്ടോ, ആരും ഈ മക്ബറ നിസാരാക്കണ്ട. അത്രയും മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരു മക്ബറയാണ്. ഒട്ടനവധി ആളുകൾക്ക്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയ മക്ബറയാണ് തെയ്യോട്ട് ചിറയിലെ കമ്മു സൂഫി തങ്ങളുടെ മക്ബറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്ബറയുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, നമ്മളെ ജീവിതത്തിൽ റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിങ്ങൾ വാഹനം എടുത്ത് വരികയാണെങ്കിൽ അവിടെ തെയ്യോട്ട് ചിറ മാത്രമൊന്നുമല്ല, അവിടെ വീരാനൗലിപ്പാപ്പാന്റെ വലിയൊരു മക്ബറുണ്ട്. വീരാനൗലിപ്പാപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, അത് മറ്റൊരു മജ്‌ലിസിൽ പറയാം. അവിടേക്കൊക്കെ നമ്മൾക്ക് പോകാം. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ വിളിക്കുക. നിങ്ങൾ ഒറ്റക്ക് ഒരാളോ രണ്ടാളോ വരുമ്പോഴൊന്നും വിളിക്കണ്ട. നിങ്ങൾ ഫാമിലി ആയിട്ട് ബസ് എടുത്ത് വരികയാണെങ്കിൽ, കുടുംബത്തിൽ 10 ആൾ 20 ആൾ 30 ആളൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനും അങ്ങോട്ടേക്ക് വരാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു സമാധാനം നൽകട്ടെ, അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇടയിൽ ഞാനൊരു മസല പറയാണ്. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഉസ്താദെ, ഒരുപാട് ഉമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളെ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ, മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബർ ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റുമോന്ന് അങ്ങനെ പല ആളുകളും ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യാം, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഖബർ സിയാറത്ത് ചെയ്യാം, അത് പ്രത്യേകം സുന്നത്തുണ്ട്. എന്നാൽ സാധാരണക്കാരായ നമ്മളുടെ ഖബറുകൾ, നമ്മളെ ഉപ്പാന്റെ, നമ്മളെ അതുപോലെ തന്നെ ജ്യേഷ്ഠന്റെ, നമ്മളെ അനിയന്റെ മക്കളുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് പ്രത്യേകം സുന്നത്തില്ല. എന്നാൽ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ സിയാറത്ത് ചെയ്യൽ ജായിസാണ്. മറ്റ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് സുന്നത്താണ്. സ്ത്രീകൾക്ക് സാധാരണക്കാരായ ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അതിനൊരു റീസൺ ഉണ്ട്. ഒരു ഉപ്പാന്റെ ഖബർ കണ്ടാൽ, ഭർത്താവിന്റെ ഖബറിന് കണ്ടു കഴിഞ്ഞാൽ, മകന്റെ ഖബറിന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകളാണ്, പുരുഷന്മാരെ പോലെ ക്ഷമ ഉണ്ടാവൂല, ആർത്ത് അട്ടഹസിച്ച് നെഞ്ഞത്തടിച്ച് കരയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സിയാറത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല ക്ഷമയൊക്കെ ഉണ്ട്, വൃത്തിയോടുകൂടെ ശുദ്ധിയോടുകൂടെ നിങ്ങൾക്ക് ഔറത്തൊക്കെ മറച്ച് നല്ല അച്ചടക്കത്തിൽ പോകാൻ കഴിയോ? നിങ്ങൾക്ക് പോയിക്കോളിയും, അതിന് വിരോധമല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും ഇസ്ലാമിന്റെ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഇങ്ങനെയുള്ള അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഹാന്മാരുടെയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് ആ മഹാന്മാരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യാനാണ്.
അല്ലാതെ എല്ലാ കഴിവും ആ മഹാന്മാർക്കുണ്ട് എന്ന നിലക്കല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാവ് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാത്ത നാവാണ്. നമ്മൾ ഈബത്തും നമീമത്തും കളവും കുറ്റങ്ങളും ചെയ്യുന്ന നാവ്, നമ്മളെ ശരീരം, ഈ ശരീരം കൊണ്ട് എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ചോദിക്കും? എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആലിമീങ്ങൾ, ഉലമാക്കൾ നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പെട്ടെന്ന് ഉത്തരം കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ മക്ബറയിലേക്ക് സിയാറത്ത് ചെയ്യുന്നത്, റൗദയിൽ പോയി സങ്കടം പറയുന്നത്. നമ്മൾ അവിടെ പോയി സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അവര് അള്ളാഹുവിനോട് പറയും, റബ്ബേ നിന്റെ ഇന്നാലിന്റെ അടിമ ഇന്നാലിന്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണമെന്ന് അവർ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അതാണ് ഈ സിയാറത്ത് കൊണ്ടൊക്കെയുള്ള ഉദ്ദേശം. അല്ലാതെ അവിടെ പോയി ആരാധിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക, ഇതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല. നമ്മളെ ആശയം എന്താ? ആ മഹാന്മാർക്ക് അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിക്കുമെന്നാണ് എന്നുകൂടെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മുറാഹിമീനായ അല്ലാഹ്, തെയ്യോട്ട് ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കമ്മു സൂഫി തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ആ മക്ബറയിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ, അവിടെ വന്ന് തെയ്യോട്ട് ചിറയിലെ കമ്മു സൂഫി തങ്ങളോടൊന്ന് സലാം പറയാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്, അവസരങ്ങൾ ഒരുക്കി തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ല, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്, മക്കളിലും കുടുംബങ്ങളിലൊക്കെ സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്, അയൽവാസികളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാര്, ഭക്ഷണം തന്നവരുണ്ട്, ജ്യേഷ്ഠനിയന്മാരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. എല്ലാവർക്കും അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹ്, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലാഹ്, പൈശാചികമായ സിഹർ, കണ്ണേർ, അസൂയകളെ തൊട്ട് കാക്കണേ അല്ലാഹ്, ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആരൊക്കെ ഈ മജ്ലിസിൽ എന്തൊക്കെ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിനക്കറിയാമല്ലോ. ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ലാഹ്, മുഴുവൻ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്, മനസ്സിന് റാഹത്ത് നൽകണേ അല്ലാഹ്, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്, ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാഹ്, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്, മഹാന്മാരെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്, അവരുടെ ചാരത്ത് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, ഖബർ ശിക്ഷയെ തൊട്ട് നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, മരണപ്പെട്ടുപോയുടെ ഖബർ വിശാലമാക്ക് സ്വർഗമാക്കണേ അല്ലാഹ്, ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്, നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മുടിഞ്ഞ ആളുകളുണ്ട്. അല്ലാഹുവേ, കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗം കാരണം വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, വേദനകളൊക്കെ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മത സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.